സാന്റോസിന് വേണ്ടി നെയ്മർ ഒരു മികച്ച അസിസ്റ്റ് കൊടുത്തുകൊണ്ട് തൻ്റെ വരവറിയിച്ചിരിക്കുകയാണ്. എന്തായാലും 2 ഗോളുകൾക്ക് റമോനെ സാന്റോസ് പരാജയപ്പെടുത്തുമ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മനോഹരമായ അസിസ്റ്റ്. നെയ്മർ ഈസ് ബാക്ക്. സാന്റോസ് വിജയിച്ചിരിക്കുന്നു. എന്തായാലും ഈ മത്സരം സാന്റോസ് വിജയിച്ചുകൊണ്ട് സാന്റോസിന് റെലഗേഷൻ സോണിൽ നിന്ന് താൽക്കാലികമായി മേളിലേക്ക് കയറാൻ സാധിച്ചു. 9 കളിയിൽ നിന്ന് 10 പോയിന്റുള്ള സാന്റോസ് ഇപ്പം എന്തായാലും 12ാം സ്ഥാനത്താണ് നിലവിൽ. എന്തായാലും സാന്റോസിന് വേണ്ടി ഗോളടിച്ചത് തജിയാനോയും മോയിസസുമാണ് ഗോൾ കണ്ടെത്തിയത്. അതെ, 40ാമത്തെ മിനിറ്റിലാണ് ആ മാന്ത്രിക നീക്കം. നെയ്മർ ജൂനിയർ മനോഹരമായി ബോൾ പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുകയായിരുന്നു. ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിഫൻഡർമാരുണ്ടായിരുന്നു. അന്നത്തെ നെയ്മർ ജൂനിയർ തൻ്റെ വീക്ക് ഫുട്ട് കൊണ്ടാണ് എത്തിച്ചു കൊടുത്തത് പെനാൽറ്റി ബോക്സിലേക്ക് ബോൾ. അതും ഡിഫൻഡർമാരുടെ മേളിലൂടെയാണ് പന്ത് പെനാൽറ്റി ബോക്സിലേക്ക് എത്തിയത്. പിൻ പോയിന്റ് ആക്യുറസിയിലൂടെ നെയ്മർ ജൂനിയർ പന്ത് ടച്ചിയാനോയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ പന്ത് അദ്ദേഹം മനോഹരമായി ഫിനിഷ് ചെയ്യുകയായിരുന്നു. 2ാം പകുതിയിലെ അവസാന സെക്കൻഡിലാണ് എസ്കോബാറിൻ്റെ അസിസ്റ്റിൽ നിന്ന് മോയിസസും കൂടി ഗോൾ കണ്ടെത്തി 2 ഗോളിന് സാന്റോസ് വിജയിക്കുന്നത്. എന്തായാലും ഈ മത്സരത്തോടു കൂടി നെയ്മർ ജൂനിയറിൻ്റെ ആരാധകർ വളരെ ഹാപ്പിയാണ്. കാര്യം അവരുടെ സൂപ്പർ താരം കളിക്കളത്തിലേക്ക് ഇറങ്ങി മായാജാലം തീർക്കുകയാണ്. എന്തായാലും 90 മിനിറ്റും നെയ്മർ ജൂനിയർ കളിക്കളത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇനി അറിയേണ്ടത് കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തിന് എടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇനി വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.